നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല ആരോടും. ലക്ഷ്മിക്ക് കിട്ടിയതായിട്ട് അറിയാമോ? ഇല്ല, ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവൾ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. അതിനുശേഷം ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വിളിക്കാറില്ല അവരെ. അവർക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാനൊന്നും. ഒരിക്കൽ ഞാൻ പോയിരുന്നു അവരുടെ വീട്ടിൽ, അവരുടെ അമ്മ. ആദ്യത്തെ അന്വേഷണം പൂർത്തിയായി, അതിനുശേഷം രണ്ടാമത് ആവശ്യപ്പെട്ടനുസരിച്ച് കോടതി രണ്ടാമത് പുനരന്വേഷണത്തിൽ എങ്ങനെയാണ് അതിൽ വിശ്വാസം? അല്ല, വിശ്വാസത്തിന്റെ കാര്യമില്ലല്ലോ ഇതിനകത്ത്. വിശ്വസിച്ചല്ലേ നമ്മൾ വേണമെന്നൊക്കെ പറയണേ. പക്ഷെ അവര് ഒന്നും കൊടുത്തിട്ട് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. നമ്മള് CBI വിശ്വസിക്കുക എന്നുള്ള അല്ലാതെ വേറെ മാർഗം എന്താ ഉള്ളത്? എനിക്കോ നിങ്ങൾക്കോ പോയി അന്വേഷിക്കാൻ പോലുള്ള പവറില്ലല്ലോ. ഇത് വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ? ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ MACTയുടെ കേസ് 2-3 മാസം കൂടുമ്പോ വക്കീലിന് നമ്മുടെ ഒരു വക്കീല് അവിടെ ഹാജരാവണം. അതൊരു തലവേദനയാണ്, ഒരു കാര്യമില്ല. ഈ ഭാര്യ ഇതിനു ശേഷം വേറെ ബന്ധമൊന്നും നിങ്ങളുമായിട്ടില്ലാത്തത് എന്തുകൊണ്ടാന്നുള്ളതിന്റെ കാരണം എന്തെങ്കിലും? എന്ത് പറയാനാ കാരണം? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. ഈ അർജുനുമായിട്ട് എന്തെങ്കിലും പിന്നീട് അവര് ബന്ധമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? ബന്ധം കാണും. അവരുടെ അമ്മാവന്റെ ഭാര്യ ചെർപ്പളശ്ശേരിയിൽ ആയുർവേദ റിസോർട്ടിലുണ്ട്. അവര് കുറെ നാൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. ഇപ്പൊ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. അർജുനന്റെ അമ്മാവന്റെ ഭാര്യ ലത എന്നാ പറ്റണം അവരുടെ പേര്. അവര് കുറെ നാൾ അവിടെ താമസിച്ചിരുന്നു ബാലിന്റെ വീട്ടില്, ഇവരുടെ കൂടെ. അപ്പൊ അന്ന് അന്ന് ഈ തമ്പിയൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പിയും വിഷ്ണുവൊക്കെ. ഈ ലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു എതിർപ്പ് വരാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ അറിഞ്ഞൂടാ ഒന്നും. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്. പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമല്ല, വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല.